കണ്ണടച്ച് നെറ്റിയിൽ പതിയെ അമർത്തി തിരുമ്മിക്കൊണ്ട് റൂമിലേക്ക് കയറിയവൾ കയ്യിലിരുന്ന ബാഗ് ടേബിളിൽ വെച്ചുകൊണ്ട് പതിയെ മുന്നിലെ ടേബിളിലേക്ക് ചാഞ്ഞു. ഓ, അവൾക്ക് എന്തിൻ്റെ കുറവ് കാണും? കൊള്ളാം, നല്ല ശമ്പളമുള്ള ജോലിയുണ്ട്. അതിൻ്റെ അവളുടെ ഈ അഹങ്കാരം. അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ എത്ര നല്ല ആലോചനകൾ കൊണ്ടുവന്നതാ, ഒന്നും അവൾക്ക് പിടിക്കില്ല. അവൾക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ടെന്ന്. അല്ലെങ്കിലും തന്തയും തള്ളയും ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് തോന്നിയതുപോലെ നടക്കാലോ. ചോദിക്കാനും പറയാനും ആരും വരില്ലല്ലോ. ഒളിഞ്ഞും തെളിഞ്ഞും കൂടെ നിൽക്കുന്നവർ പോലും പറയുന്നത് കേൾക്കുമ്പോൾ ഉള്ളിലെ നീറ്റൽ മറച്ചു വെച്ചുകൊണ്ടവൾ പുറമേ അവരെ പുച്ഛിച്ചുകൊണ്ട് നടന്നു നീങ്ങും. തളർന്നു വീഴാറാകുമ്പോൾ ചായാൻ അച്ഛൻ്റെ നെഞ്ചിനോളം സുരക്ഷിതമായ ഒരിടം മറ്റെവിടെയാണ്? ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കാൻ അമ്മയും കുറുമ്പ് കാണിക്കാൻ കൂടപ്പിറപ്പുകളും. ഇതൊക്കെ ഉള്ളവർക്ക് അതിൻ്റെ വില അറിയില്ല. അതാണല്ലോ വൃദ്ധസദനങ്ങൾ കൂടുകയും സ്വത്തിനു വേണ്ടിയും പണത്തിനു വേണ്ടിയും പരസ്പരം തല്ലുകൂടുകയും ഒക്കെ ചെയ്യുന്നത്. അല്ലെങ്കിലും ഇല്ലാത്തവർക്കല്ലേ ഓരോന്നിൻ്റെയും വില മനസ്സിലാകൂ. അവരാരും ഇല്ലാതാവുന്നത് ഒരിക്കലും ഭാഗ്യമല്ല, പകരം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യമാണത്. ഒരു ദീർഘനിശ്വാസത്തോടെ സ്വയമേ പറഞ്ഞുകൊണ്ടവൾ നിറഞ്ഞ കണ്ണുകളോടെ ചുമരിലെ അച്ഛൻ്റെയും അമ്മയുടെയും അനുജത്തിയുടെയും ഫോട്ടോയിലേക്ക് നോക്കി. ആഹാ, ഇയാൾ ഓഫീസിൽ നിന്ന് വന്ന പോലെ തന്നെ ഇവിടെ ഇരുന്ന് സ്വപ്നം കാണുവാണോ? ഫ്രഷ് ആവുകയൊന്നും വേണ്ടേ? കയ്യിലെ പ്ലാസ്റ്റിക് കവർ അവൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് അഭിൻ പുഞ്ചിരിയോടെ തിരക്കി. ഡോ, ആരോട് ചോദിച്ചിട്ടാ താൻ ഇവിടെ കയറി വന്നത്? പലപ്പോഴും ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സമ്മതമില്ലാതെ ഈ വീട്ടിൽ കയറി വരരുത് എന്ന്. നാട്ടുകാരെ കൊണ്ട് ഓരോന്നും പറയിപ്പിക്കാതെ ഇറങ്ങിപ്പോടോ. അവനെ കണ്ടതും അവൾ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. മോളെ കാവ്യേ, ഇനി നീയെന്നല്ല ദൈവം തമ്പുരാൻ നേരിട്ട് വന്ന് പറഞ്ഞാലും നിന്നെ ഞാൻ കളഞ്ഞിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഈ നാട്ടുകാർ പറയുന്നത്, അത് ഞാൻ നിന്നെ അങ്ങ് കെട്ടിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നിസ്സാരമായി പറഞ്ഞുകൊണ്ടവൻ താൻ കൊണ്ടുവന്ന പഴംപൊരിയും ബീഫും ഒരു പാത്രത്തിലാക്കി. ഒരു കപ്പ് ചൂട് ചായക്കൊപ്പം അവൾക്ക് മുന്നിലേക്ക് നീക്കി വെച്ചുകൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു. മുന്നിലിരിക്കുന്ന ചൂട് ചായ കണ്ടതും ഒരാശ്വാസത്തോടെ അവൾ അതിലേക്ക് നോക്കി. അവളുടെ ഓരോ ഭാവവും അരികിൽ നിന്ന് നോക്കിക്കൊണ്ടിരുന്നവൻ്റെ ചുണ്ടിൽ അപ്പോഴും അവൾക്ക് മാത്രമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. കണ്ണുകൾ അവളിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നതിനിടയിൽ അവളുടെ കഴുത്തിലെ കാക്കപ്പുള്ളിയിൽ കണ്ണുകൾ ഉടക്കിയതും ആ നിമിഷം അവളുടെ നേർത്ത നിശ്വാസം അവൻ്റെ ചെവിയിൽ മുഴങ്ങി. അഭി. ഓഫീസിലെ പാർട്ടി കഴിഞ്ഞ് മദ്യപിച്ച് ലെക്കുകെട്ട അവളെ റൂമിൽ കൊണ്ടു കിടത്തി തിരികെ നടക്കാൻ തുടങ്ങിയവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടവൾ അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പതിയെ വിളിച്ചു. ആദ്യമായി തന്നെ പ്രണയത്തോടെ നോക്കുന്നവളെ കണ്ടതും വിശ്വസിക്കാൻ കഴിയാതെ അവൻ അവൾക്കരികിലിരുന്നു. ബെഡിൽ നിന്ന് എഴുന്നേറ്റവൾ അവൻ്റെ നെഞ്ചിലേക്ക് പതിയെ ചേർന്നിരുന്നു. പതിവില്ലാതെ അവളുടെ ശ്വാസം ദ്രുതഗതിയിലായിരുന്നു. തന്നോട് പറ്റിച്ചേർന്നിരുന്നുകൊണ്ട് ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നായി അഴിക്കുന്നവളെ കണ്ടതും അവൻ ഉമിനീറിറക്കിക്കൊണ്ട് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അത് കണ്ടതും പ്രണയത്തോടെ അവൾ അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. കണ്ണടച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അവൻ. അല്പം കഴിഞ്ഞതും വിയർപ്പിൽ കുതിർന്ന് അവളിൽ നിന്ന് മാറിക്കിടന്നുകൊണ്ടവൻ പുതപ്പെടുത്ത് ഇരുവരുടെയും ശരീരം മൂടി. മലർന്നു കിടക്കുന്ന തൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നവളെ ഒരു കൈയാൽ ചുറ്റിപ്പിടിച്ചുകൊണ്ടവൻ അവളുടെ നെറുകയിൽ അമർത്തി ഉമ്മ വെച്ചു. ഇങ്ങനെ ഒരു നിമിഷം അവൾക്കൊപ്പം ഒരിക്കലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ടാകും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. ഡോ, താൻ എന്താ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഞാൻ പറഞ്ഞതൊന്നും താൻ കേട്ടില്ലെന്നുണ്ടോ? ഹാ, സോറി. താൻ എന്താ പറഞ്ഞത്? പെട്ടെന്നുള്ള അവളുടെ ദേഷ്യത്തോടെയുള്ള ശബ്ദം കേട്ടതും അവൻ ഞെട്ടലോടെ അവളെ നോക്കി. തന്നോട് വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ. എനിക്കിവിടെ ഒരാളുടെയും കാവലിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇത്രയും കാലം ജീവിച്ചത് ഒറ്റയ്ക്ക് തന്നെയാണ്. അതുകൊണ്ടിപ്പോൾ എനിക്കൊരു കാവലിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിലും എനിക്ക് കാവൽ നിൽക്കാൻ താനെൻ്റെ ആരാ? ദേഷ്യത്തോടെ പല്ല് കടിച്ചുകൊണ്ട് പറയുന്നവൾക്കരികിലേക്ക് നീങ്ങി നിന്നുകൊണ്ടവൻ പിന്നിൽ നിന്ന് അവളുടെ കവിളിലേക്ക് മുഖം ചേർത്തു. എൻ്റെ ഭാര്യയ്ക്ക് ഞാനല്ലാതെ വേറെ ആര് കാവൽ നിൽക്കാനാ എന്ന് ചോദിച്ചുകൊണ്ടവൻ അവളുടെ കവിളിൽ ഒരു ഉമ്മ കൂടെ നൽകിക്കൊണ്ട് പുഞ്ചിരിയോടെ അവളിൽ നിന്ന് അകന്നു മാറി. ഭാര്യയോ? ഒരു നിമിഷം കവളിൽ കൈവച്ചുകൊണ്ടവൾ ഞെട്ടലോടെ അവനെ തുറിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. അതെ, എന്ന് നിന്നെ ഞാൻ സ്വന്തമാക്കിയോ അന്നു മുതൽ നീ എൻ്റെ ഭാര്യ തന്നെയാ എന്ന് പറഞ്ഞുകൊണ്ടവൻ അവളെ നോക്കി ഒരു കണ്ണടച്ച് കാണിച്ചു. ദേ, അനാവശ്യം പറയരുത്. ഞാൻ എപ്പോഴാണ് തന്നെ കല്യാണം കഴിച്ചത്? ദേഷ്യം സഹിക്കാൻ കഴിയാതെ അവൾ കൈ ചുരുട്ടിക്കൊണ്ട് അല്പസമയം കണ്ണടച്ചു നിന്നു. ദേഷ്യം കൊണ്ട് ചുവന്നു വരുന്ന അവളുടെ കവിളും ചുണ്ടും മൂക്കും കണ്ടവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ബാഗ് ടേബിളിൽ നിന്ന് മാറ്റി അടുത്തുള്ള ചെയറിലേക്ക് വെച്ച ശേഷം പതിയെ തല ചരിച്ചുകൊണ്ട് അവളെ നോക്കി. എടോ, താലി കെട്ടിയാൽ മാത്രമേ ഭാര്യയാകൂ എന്ന് തന്നോട് ആരാ പറഞ്ഞത്? ശരീരം കൊണ്ടൊന്നായാലും അത് ഭാര്യ ഭർത്തൃബന്ധം തന്നെയാ. പുഞ്ചിരിയോടെ കൈ കെട്ടിക്കൊണ്ട് പറയുന്നവനെ കണ്ടതും അവൾ ദേഷ്യത്തോടെ കൈ ചുരുട്ടി പിടിച്ചു.
തന്നോട് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞു കഴിഞ്ഞു, അന്നുണ്ടായ കാര്യങ്ങൾ മദ്യലഹരിയിൽ അറിയാതെ പറ്റിപ്പോയതാണ് എന്ന്. ഇതിപ്പോൾ താൻ പറയുന്നത് പോലെയാണെങ്കിൽ ആ തൊഴിൽ ചെയ്യുന്നവരുടെ അടുത്ത് പോകുന്ന എല്ലാവരും അവരുടെ ഭർത്താവാകുമോ? ഇതിപ്പോൾ താൻ പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ, നാളെ ഞാൻ വേറെ ഒരുത്തൻ്റെ കൂടെ കിടന്നാൽ അവനെയും ഞാൻ എൻ്റെ ഭർത്താവായി കാണേണ്ടി വരുമെന്ന്. കാവ്യേ, എന്നോട് പറഞ്ഞ് ജയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഇനി മേലിൽ ഇമ്മാതിരി വർത്താനം നീ പറഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് പോലും പറയാൻ കഴിയില്ല. പറഞ്ഞേക്കാം. തനിക്ക് നേരെ ദേഷ്യത്തിൽ വിരൽ ചൂണ്ടി പറയുന്നവനെ കണ്ടതും അവൾ അല്പം ഭയത്തോടെ 2 അടി പുറകിലേക്ക് നീങ്ങി. അവൻ്റെ ചുവന്നു കലങ്ങിയ കണ്ണുകളും വലിഞ്ഞു മുറുകിയ മുഖവും കണ്ടപ്പോഴാണ് താൻ ദേഷ്യത്തിൽ എന്താണ് പറഞ്ഞത് എന്നവൾ ഓർത്തത്. അഭി, അത് ഞാൻ അറിയാതെ. നിർത്തടി. അറിയാതെയോ? എന്നാ പൊന്നുമോള് കേട്ടോ, നീ എന്നും എൻ്റേത് മാത്രമായിരിക്കും എന്നുള്ള ഉറപ്പ് എനിക്കുള്ളത് കൊണ്ടാണ് അന്ന് നിന്നെ ഞാൻ സ്വന്തമാക്കിയത്. പൊന്നുമോള് പറഞ്ഞല്ലോ മദ്യലഹരിയിലെന്ന്. നീ മാത്രമേ അന്ന് മദ്യപിച്ചിരുന്നുള്ളൂ. അതായത് പൂർണ്ണമായ ബോധത്തിൽ തന്നെയാ ഞാൻ. പറഞ്ഞു വന്നത് പാതിയിൽ നിർത്തിക്കൊണ്ടവൻ അവളെ കെട്ടിപ്പിടിച്ചു. ശരിക്കും എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കുട്ടിക്കളിയല്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ. വയ്യടാ, നിന്നെ നഷ്ടപ്പെടുത്താൻ. തന്നെ കെട്ടിപ്പിടിച്ച് കരയുന്നവനെ കണ്ടതും അവളാകെ വല്ലാതെയായി. ഒരു നിമിഷം അവളുടെ കണ്ണുകളും നിറഞ്ഞു. എനിക്കറിയാം, മറ്റുള്ളവർക്ക് മുന്നിൽ തൻ്റെ ഇടത്തോടെ നിൽക്കുന്ന നീ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട് എന്ന്. ഞാൻ നിനക്ക് ഉറപ്പ് തരാം, ഒരിക്കലും നിന്നെ വിട്ട് ഞാൻ പോകില്ല. ഞാൻ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയവൻ്റെ ചുണ്ടിൽ അമർത്തി ഉമ്മ വെച്ചുകൊണ്ടവൾ 2 കൈകളാലും അവൻ്റെ കൈകളിൽ അമർത്തി പിടിച്ചു. അവളുടെ പാതി അടഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടവൻ വീണ്ടും അവളുടെ ചുണ്ടുകൾ മാറി മാറി നുണഞ്ഞു. ഒടുവിൽ ശ്വാസമെടുക്കാൻ കഴിയാതെ വന്നതും അവൾ അവൻ്റെ നെഞ്ചിൽ പതിയെ തട്ടി. കാര്യം മനസ്സിലായ അവൻ പുഞ്ചിരിയോടെ അവളിൽ നിന്ന് ചുണ്ടുകൾ വേർപെടുത്തി. പാതി തളർന്നവൾ ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. അവളുടെ മുതുകിൽ പതിയെ തലോടിക്കൊണ്ടവൻ ഒരു കൈയാൽ അവളെ മുറുകെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. 3 മാസത്തിനു ശേഷമുള്ള ഒരു വെളുപ്പാങ്കാലം. അഭി, തനിക്കരികിൽ ഉറങ്ങിക്കിടന്നവനെ തട്ടി വിളിച്ചുകൊണ്ടവൾ ബെഡിലേക്ക് ചടഞ്ഞിരുന്നു. എന്താടാ? ദേഹത്തു നിന്ന് പുതപ്പ് മാറ്റിക്കൊണ്ടവൻ നിലത്തു കിടന്ന തൻ്റെ ടീഷർട്ട് എടുത്ത് ധരിച്ചുകൊണ്ട് അവളോട് ചേർന്നിരുന്നു. എൻ്റെ പെണ്ണിന് വിശക്കുന്നുണ്ടോ? തന്നെ നോക്കി ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് തലയാട്ടുന്നവളെ കണ്ടതും അഭി പുഞ്ചിരിയോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അത് കണ്ടതും അവൾ 2 കൈകളും അവന് നേരെ വിടർത്തി. പുഞ്ചിരിയോടെ അവളെ കോരിയെടുത്തുകൊണ്ട് കിച്ചണിലേക്ക് നടക്കുന്നതിനിടയിൽ അവൾ അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.